ഫ്രണ്ട്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു ഫ്രൈഡേ ഈവനിങ് ആണ്. ഏകദേശം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സാൻ ആന്റോണിയോ എന്ന് പറയുന്ന സ്ഥലത്തേക്കൊന്ന് പോവുകയാണ്. എന്തിനാണ് സാൻ ആന്റോണിയോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഗ ചിയർ ലീഡിങ് കോമ്പറ്റീഷൻ ടീമിൽ ഉണ്ട്. അപ്പം ഇന്നിപ്പം ആദ്യത്തെ കോമ്പറ്റീഷനാണ്. അത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം അവിടെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഒരുപാട് സ്കൂളുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ മത്സരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വരുന്നുണ്ട്. രാവിലെ വൈകിനെ എണീപ്പിച്ച് അവളുടെ മേക്കപ്പ് ഒക്കെ ഇടിപ്പിച്ച് ഡ്രസ്സപ്പ് ചെയ്യിപ്പിച്ച് രാവിലെ 7 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇത്ര നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഒരു Airbnb ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത് എവിടെയാണോ കിട്ടിയത് അവിടെ നിന്നൊരു Airbnb ബുക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്ന് അവിടെ പോയി നിൽക്കുന്നു. എന്നിട്ട് നാളെ രാവിലെ വൈകിനെ റെഡിയാക്കി കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അയക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പം അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഇപ്പം നമ്മൾ സാൻ ആന്റോണിയോയ്ക്ക് അതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നു. പെട്ടെന്നൊന്ന് കുളിച്ച് ഒന്ന് റെഡിയായി. അതായത് വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ഇവിടുന്ന് ഇടയ്ക്ക് സ്റ്റോപ്പൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്ലാന്. അവിടെ ചെന്നാലും ഇപ്പോൾ രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാനുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് അപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ അവിടെ നിന്ന് റെഡിയായിട്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങി തിരിച്ചു വരാം എന്നുള്ളതാണ് പ്ലാൻ. വൈകുന്നേരം 6 മണി ആയിട്ടേ ഉള്ളൂ. നല്ല ഇരുട്ടായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കുറേ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ സാക്ഷിക്ക് കുറച്ച് ടോയ്സ് ആവശ്യമാണ്. കാറിൽ പോകുമ്പം കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ടോയ്സൊക്കെ സാക്ഷിക്ക് കളിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കാരണം കാറിലിരുന്ന് അല്ലെങ്കിൽ അവൾക്ക് ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ച് അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് എടുത്ത് കാറിൽ വെക്കുന്നുണ്ട്. റെഡിയായോ? ചെന്നപ്പോൾ ചെരുപ്പിട് പോകാം. സാക്ഷിനെ എടുത്ത് വണ്ടിക്കകത്ത് ഇങ്ങനെ. അതെ, ഒരു കാര്യം, വണ്ടിക്കകത്ത് കയറുമ്പോൾ മിണ്ടാതിരുന്നോണം. സാക്ഷി ഉറക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയിൽ നമ്മളിവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ ഒന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ രാവിലെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ ഇവിടെ നമ്മൾ ഒരു Airbnb-ലാണ് താമസിച്ചത്. ഒരു ചെറിയൊരു വീട്, 2 ബെഡ്റൂമും ഒരു കിച്ചണും ഡൈനിങ്ങും ലിവിങ്ങും മാത്രം 2 ബാത്റൂമും ഒക്കെയുള്ള ചെറിയൊരു വീട്ടിലായിരുന്നു ഇന്നലെ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകിക്ക് ഇന്ന് രാവിലെ തന്നെ എണീറ്റ് റെഡിയാണായിരുന്നു. കാരണം 7 മണിക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പം 5 മണിക്ക് എണീറ്റ് അവളെ റെഡിയാക്കാൻ തുടങ്ങിയതാണ്. അവളെല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഞാനും പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് കൂടെ പക്ഷേ സാക്ഷി നല്ല ഉറക്കമാണ്. അപ്പം അവളുടെ ഉറക്കം കളഞ്ഞുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. അവളുടെ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവൾ ആകെ വഴക്കാക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. ഏട്ടനും കണ്ണനും കൂടെ വൈകിയോടൊപ്പം ഇന്ന് കോമ്പറ്റീഷന് വൈകിനെയും കൊണ്ട് പോവുക ചെയ്യുക. ഒരാൾ നല്ല ഉറക്കമാണ് കാണിച്ചു തരാം. വൈകി റെഡിയായി. തണുപ്പായതുകൊണ്ട് തണുപ്പൊന്നും ഇല്ല ആക്ച്വലി. ആണോ? ബ്ലാങ്കറ്റൊക്കെ പുതച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. തണുപ്പുണ്ടോ? വലിയ തണുപ്പൊന്നുമില്ല. ഇവളുണ്ടാക്കിയതാ? എവിടെ? ആർട്ട് ക്ലാസ്സിലോ? കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട്. നന്നായിണ്ടത്. അവള് വൈക വരച്ച പടം ആണ് ഇത്. ആർട്ട് ക്ലാസ്സിൽ ചിക്കുനെ പോലെ. അപ്പം ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് കളിക്കണേ. ഓക്കെ, ലവ് യു. ഇവിടെ ഇപ്പോൾ രാവിലെ 7:40 വൈകി അവിടെ എത്തിയിട്ടുണ്ട്. അവളുടെ പെർഫോമൻസ് 8 മണിക്കാണ്. അപ്പം അത് കഴിഞ്ഞാലും അവരുടെ ടീമിനെയൊക്കെ ചിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും അവിടെ ഇരിക്കാറുണ്ട് സാധാരണ കുറച്ച് നേരം കൂടി. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണി വരെ ഉണ്ടാവും അവർക്ക് പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. കോമ്പറ്റീഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഇവരുടെ വന്നിട്ട് രാവിലെ തീരുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വരും. സാക്ഷി എണീറ്റ് കഴിയുമ്പോൾ അവൾക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതൊക്കെയാണ് പരിപാടി. അപ്പം അവൾ എണീക്കുന്ന വരെ എനിക്ക് സമയമുണ്ട്. അപ്പോഴത്തേക്ക് ചെറിയൊരു ഉറക്കം കൂടെ ഉറങ്ങാം എന്ന് വിചാരിച്ചു. കാരണം രാവിലെ 5 മണിക്ക് എണീറ്റാണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ അവളുടെ ഒപ്പം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. സാക്ഷി രാവിലെ എണീറ്റതിന് ശേഷം ഇങ്ങനെ ഞങ്ങളൊന്ന് വെറുതെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ ഇറങ്ങിയതാണേ.
എവിടെ പോണു? ബൈ സാക്ഷി, ബൈ. See you. നമ്മളിതാ റെഡിയായി ഇറങ്ങി. സാക്ഷിയും ഞാനുമേ ഉള്ളൂ. അപ്പോൾ ഏട്ടനും വൈകിയും കണ്ണനും കൂടെ തിരിച്ചു വരുന്നുണ്ട്. അവളുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും സാക്ഷി ഇവിടെ പോസ്റ്റായിട്ട് ഇരിക്കുക. സാക്ഷി കുട്ടി റെഡിയാണോ പോവാൻ? എവിടെയാ ഇനി പോണേ? വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരമാണ്. അതിൽ നിറച്ച് ഒരു സൈസ് കായുണ്ട്. അതിങ്ങനെ ഫുള്ള് തറയിൽ വീണ് കിടക്കുക. റബ്ബർ ട്രീയുടെ കുരു ഇങ്ങനെയല്ലേ ഇരിക്കുക. കണ്ടേ? കൊള്ളാലോ. നന്നായിട്ട് ചെയ്തോ? എന്ത് പറ്റി? ഒരു സംശയം. ഓ, ദാറ്റ്സ് എ ഗുഡ് സ്കോർ. നല്ല സ്കോർ ആണല്ലോ. ഇവിടെ വെച്ചിട്ടായിരുന്നു ഓയിക്കയുടെ പെർഫോമൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ പോലെ തന്നെ ഏട്ടനായിരുന്നു അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പെർഫോമൻസ് കഴിഞ്ഞിട്ട് പറയാം. വൈകിയുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അവളുടെ ബാക്ക് സപ്പോർട്ടും അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടുന്നതും ഏട്ടൻ തന്നെയാണ്. എനിക്കൊരു സൈഡ് റോള് മാത്രമേ ഉള്ളൂ. എത്ര തിരക്കിനിടയിലാണെങ്കിലും അവളുടെ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ ഏട്ടൻ അവളെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ അച്ചീവ്മെൻറ്റ്സിലും ഏട്ടനാണ് ഫുൾ ക്രെഡിറ്റ്. വാൾനട്ടിൻ്റെ കായായിരുന്നു കേട്ടോ. വാൾനട്ട് ട്രീ ആണ് ഈ നിൽക്കുന്നത്. ചുമ്മാതല്ല, ഇത് ഇവിടെ എല്ലാം വീണ് കിടക്കുവാണ് ഇതിൻ്റെ കായ്. വൈകി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. പക്ഷെ മേക്കപ്പ് അയച്ച് കളയാനുള്ള സമയമില്ല. അതുകൊണ്ട് അവളെ അത് ഇട്ടിട്ടാണ്. ഇതാ വാൾനട്ട് പൊട്ടിക്കില്ല. എടാ അത്ര ആഞ്ഞടിക്കല്ലടാ. ആഞ്ഞടിച്ച ഫുള്ള് പൊട്ടിപ്പോവും. ഇതുണ്ടല്ലോ, നമ്മൾ സാധാരണ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം ഇങ്ങനെ പച്ചക്ക് കഴിക്കുമ്പോൾ. ഇത്ര നേരം ചവിട്ടി പൊട്ടിച്ച് ഫുള്ള് കളഞ്ഞു. ഇപ്പോഴാണ് ആ പയ്യൻ ഇവിടെ ക്ലീനിങ്ങിനൊരു പയ്യൻ വന്നു. അവൻ ഇത് കവറിൽ നിറച്ച് പെറുക്കി ഇട്ടിട്ട് പോകുന്ന കണ്ടപ്പോഴാണ് അപ്പം എന്തോ ഗുണമുള്ള സാധനമാണല്ലോ എന്ന് വിചാരിച്ചത്. പൊട്ടിച്ച് നോക്കുമ്പോൾ വാൾനട്ട്. നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ റോസ്റ്റഡ്, സോൾട്ടഡ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അല്ലാതെ ഫ്രഷ് വാങ്ങിയാലും ഇത്രയും ഫ്രഷിൻ്റെ ടേസ്റ്റ് ഇല്ല ശരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ വാൾനട്ട് കഴിക്കത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിലാണ് അടുത്ത ഷെല്ലുള്ളത്, ഇങ്ങനെ പൂ പോലെ. അതിനുള്ളിലാണ് എൻ്റെ കായ.
അതിൻ്റെ പച്ചക്കായ ഇരിക്കണേ, പച്ചക്കളർ. ഇത്രയും കിട്ടി. ഇത്രയും ഞങ്ങൾ പെറുക്കി. ഇനി പെറുക്കാൻ വയ്യ, അത്ര ഒരുപാടുണ്ട്. മതിയാക്കി, പെറുക്കൽ നിർത്തി. The prince tried this slipper on every girl in the kingdom, looking for his tool. Cindy got a text. Cindy got dressed and jumped on his skateboard. ഇത് കണ്ടോ, പാർക്കിംഗ് സ്പേസ് ഫുള്ള് അവർ സോളാർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഐഡിയ അല്ലേ? നമ്മൾ ഇന്ന് ഇവിടെ സാൻ ആന്റോണിയോയിലെ ഒരു സഫാരി റൈഡിന് വന്നതാണ്. ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു. അതെന്തായിരുന്നു ഏട്ടാ സ്ഥലത്തിൻ്റെ പേര്? ഫ്രാങ്ക്ലിൻ സഫാരി എന്ന് പറഞ്ഞൊരു അത് കുറച്ചുകൂടെ നമുക്ക് വീടിൻ്റെ അടുത്തായിരുന്നു. ഇത് സാൻ ആന്റോണിയോയിൽ ഏതായാലും വൈകിയുടെ പരിപാടിക്ക് വന്നതുകൊണ്ട് ഇതുകൊണ്ട് എന്നാൽ പിന്നെ അതിനും കൂടെ പോവാന്ന് വിചാരിച്ചു. കണ്ണൻ അവിടെ കുഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് അധികം കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ ഇവിടെ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ ബേർഡ്സിൻ്റെ ഒരു സ്ഥലത്ത് കയറാൻ പറ്റും. അപ്പോൾ ഈ ബേർഡ്സ് എല്ലാം നമ്മുടെ മേത്തൊക്കെ വന്നിരിക്കും അതിന് ഫീഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് സഫാരി അധികം കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആനിമൽസിനെ കാണുവാണെങ്കിൽ അത് മാത്രം ഷൂട്ട് ചെയ്യാം. കാരണം എൻ്റെ ഒരു ബ്ലോഗ് ഇതേപോലെ സഫാരി ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അവരൊരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. മാപ്പും ഒക്കെ ബുക്ക്ലെറ്റിൽ അവർ തന്നിട്ടുണ്ട്. എന്തൊക്കെ ആനിമൽസ് ഉണ്ട് എന്നുള്ളതും അതിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചീറ്റയൊക്കെ ഇട്ടു കേട്ടോ. അതിനെ കാണുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നമ്മൾ മറ്റേടത്ത് അതൊന്നുമില്ല. ഇത് ആ എൻട്രൻസിൽ തന്നെ മറ്റേ വീഡിയോയുടെയും എൻ്റെ എൻട്രൻസ് ഇതേപോലെയായിരുന്നു. കുറേ ആടുകൾ കാറിന് ചുറ്റും വന്ന് നിൽക്കുന്നു. കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഇതുങ്ങൾ കിടക്കുന്നുണ്ട്, കുറേ ആൾക്കാർ. ഇതാണ് ബൈസൺ. നല്ല രസം. ഇവർക്ക് ഇതേപോലെ ഒരു ഫുഡ് സ്റ്റേഷൻ പോലെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ സാമ്പത്തിക ശേഷിയുള്ള ഇതിനെന്താ പറയുന്ന റാഞ്ച്. ഈ റാഞ്ചിന് കുറച്ചുകൂടെ സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ നീറ്റായിട്ടും കുറച്ചുകൂടെ അവർക്കുള്ള ഫുഡും ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ണൻ കുറേ നേരമായിട്ട് ആരെങ്കിലും ഒന്ന് വന്ന് ഫുഡ് വാങ്ങുമോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇതാ കൈയൊക്കെ നീട്ടിയിട്ടിരിക്കണേ, വരണില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവരുടെ മേത്തുള്ള പാറ്റേൺ കാണാൻ. അയ്യോ, അവന്റെ കൊമ്പ് കണ്ടോ, എന്താ നീളം നോക്കൂ. കൊമ്പ് എത്ര ഷാർപ്പാന്ന് നോക്ക, അതിന്റെ എൻഡിങ് ഒക്കെ നോക്കി അല്ലേ, കൂർത്ത് നല്ല സൂചി പോലെ. നൗ എൻട്രിങ് കിളിമഞ്ചാരോ ഓവർലുക്ക്. ഓ അങ്ങനെയാണോ? നല്ല ഭംഗിയുള്ള റാഞ്ച്. ചെവി അടയുന്ന ഇറക്കം ഇറങ്ങിയപ്പം. പക്ഷെ നല്ല ഭംഗിയുള്ള റാഞ്ച്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാളും ഭയങ്കര ഭംഗിയുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയെടുത്ത് ആനിമൽസ് കുറച്ചും കൂടെ നമ്മുടെ ക്ലോസ് വരും. ഇവിടെ വലിയ സ്ഥലത്താണ് ഈ ജിറാഫുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിതാ ഇവിടെ ഇടയ്ക്കൊന്ന് നിർത്തി. ഇവിടെ ഒരു സ്വീറ്റ് ഷോപ്പുണ്ട്. സ്വീറ്റ് ഷോപ്പും അതേപോലെ തന്നെ റെസ്റ്റ് റൂമൊക്കെ ഉള്ളൊരു സ്ഥലം. ഇത് സഫാരി കഴിഞ്ഞിട്ടില്ല. എന്താ ഫഡ്ജോ? താങ്ക് യു. ഇത് വലിയ കപ്പാട്ടോ.
വലിയ കപ്പ് ഐസ്ക്രീം. സാക്ഷി അതെന്താ, ജിറാഫാണോ? നോക്കൂ. മറ്റേ സഫാരി സ്ഥലത്ത് കാണാത്ത ഒരു മുതൽ ഇവിടെ ഉണ്ട്. അതാണ് ചീറ്റ. ഇതാ കിടക്കുന്നവൻ ഉറങ്ങുക, ചൂടൊക്കെ പിടിച്ചിട്ട്. ഒരു ഷെഡിനുള്ളിലാണ് അവൻ ഇരിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഓ look at him. നമ്മൾ വിചാരിച്ചു ഒരാളെ ഉള്ളൂന്ന്, പക്ഷെ ഇപ്പുറത്ത് നോക്കുമ്പോ ആ രണ്ടുപേരും കൂടെ കിടക്കും. ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും, കാരണം ഞാനത് നന്നായിട്ട് സൂം ചെയ്ത് വെച്ചിരിക്കുന്ന കൊണ്ട്. റൈനോസ് കിടക്കുന്നു. നോക്കിയിരിക്കുക ഈ സൈഡ്. സാക്ഷി, സാക്ഷി ഇതെന്താ സാക്ഷി? I had to. 1, 2, 3. Yay! You jumped it on. This is the real Yumbi. She's in the car. Hello. ഇതില് നോക്കൂ, നോക്കൂ. അതിന്റെ കയ്യാടാ. ചെളിയൊക്കെയാ കുളിക്കും. അടി കിട്ടുന്നുണ്ട്. ഭയങ്കര ടിക്ലിക്കാടാ. അയ്യോ എന്റെ തല. എന്താ കളറ് നോക്കൂ. തോളത്തിരിക്കും, തോളത്ത്. എടാ, നമുക്ക് ഇതേപോലെ ഒരു കിളിക്കൂട് പണിയാം.
നമ്മൾ സഫാരിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. ഫോണിൻ്റെ ചാർജ് തീർന്നു പോയത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് നമ്മൾ പോകാൻ പോകുന്ന റിവർ വോക്ക്. അതിനു മുമ്പ് നമ്മൾ ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഇനിയിപ്പം അടുത്ത പരിപാടിക്ക് പോവാണ്. സാക്ഷി ഉറങ്ങിപ്പോയി. അവളെ അതുകൊണ്ട് സ്ട്രോളറിലെടുത്തു. നമ്മൾ റിവർ വോക്കിൽ ആദ്യം ഒരു ബോട്ടിംഗ് ഉണ്ട്. അപ്പം അതിന് പോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കാൻ പോണത്. നല്ല വെതറൊക്കെ ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടൊന്നുമില്ല, എന്നാൽ തണുപ്പുമല്ല. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ, ഈവനിങ് ടൈമിൽ നന്നായിട്ട്. അപ്പം നമ്മൾ ആദ്യം ഇപ്പം ബോട്ട് റൈഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ 5 മണി കഴിഞ്ഞു, 5:10 ഏകദേശം. അപ്പം അടുത്ത റൈഡ് വന്നിട്ട് 5:30 നെക്സ്റ്റ് റൈഡ്, ബോട്ട് റൈഡ് ഉള്ളത്. അപ്പം അതിന് പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഇതാ ഈ ബോട്ട് റൈഡിന് പോവാണ്. ഇതാ നമ്മളിവിടെ ബോട്ടിൽ കയറി സാക്ഷിനെ കാർ സീറ്റിൽ നിന്ന് പുറത്തിറക്കി. ഇതാ അവിടെ കുതിരവണ്ടി. ഈ ബോട്ട് റൈഡ് ഏകദേശം 35 മുതൽ 40 മിനിറ്റ് വരെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു നറേറ്റഡ് ടൂറാണ്. അതായത് നമ്മുടെ ഒപ്പം ഉള്ള ഗൈഡ് ഓരോ സ്ഥലങ്ങൾ പാസ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ബോട്ടിലൊക്കെ കയറി എവിടെയാ പോണേ? ബ്രിഡ്ജ്. In 1901, this building used to be the L. Frank Saddle Company. It was the largest saddle company in the world. ഇതിൽ അവർ സാൻ ആന്റോണിയോയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കൾച്ചറൽ സ്റ്റോറീസും സിറ്റിയുടെ ട്രാൻസ്ഫർമേഷനും ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസും അതേപോലെ ഇരു സൈഡിലും കാണുന്ന ഹിസ്റ്റോറിക്കൽ ഹോട്ടൽസ്, ബിൽഡിങ്സ്, റെസ്റ്റോറൻറ്റ്സ്, അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ബ്രിഡ്ജസ് പാസ് ചെയ്താണ് നമ്മുടെ ഈ ബോട്ട് കടന്നു പോകുന്നത്. ഓരോ ബ്രിഡ്ജിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസും ഉണ്ട്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ? ബോട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ടേൺ ആയി കഴിയുമ്പോൾ ഈ ഒരു ബിൽഡിങ് ഒരു ഫ്ലോട്ടിംഗ് വോളായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കണ്ടപ്പോൾ. ഈ സൈഡിലൊക്കെ കാണുന്ന റെസ്റ്റോറൻറ്റ്സ് ഓൾമോസ്റ്റ് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. എല്ലാ ടേബിൾസും ഫുള്ളായിരുന്നു. വൈഗ ലാസ്റ്റ് ഇയറിൽ പെർഫോം ചെയ്തത് ഇവിടെയാണ്. ഈ കൺവെൻഷൻ സെന്ററിലാണ് വൈഗ ചിയർ ലീഡിങ്ങിന്റെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ക്രിസ്മസിന് മുമ്പായിരുന്നു. എങ്കിൽ പോലും അത്യാവശ്യം ലൈറ്റ്സ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സീസണിലും അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ റിവർ വോക്കിൻ്റെ സൈഡിൽ ഇതേപോലെ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസും പെർഫോമേഴ്സും ഒക്കെ പെർഫോം ചെയ്യാറുണ്ട്. Santana had his cannon line set up. Art gallery. I'll be for the 1922.
Right, this part of the room we're going to go through here, this is the outdoor Arneson River Theater. You got ഇനി കാണുന്നത് ആർനസൺ റിവർ തിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ എയർ പെർഫോമൻസ് വെന്യൂ ആണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ സ്റ്റേഴ്സ് ആണ്, അവിടെയാണ് ആളുകൾ ഇരിക്കുക. റൈറ്റ് സൈഡിൽ അതിൻ്റെ സ്റ്റേജും, അവിടെയാണ് പെർഫോമൻസ് നടക്കുക. നല്ല രസമല്ലേ കാണാൻ? This is the stage and the audience will sit across the river. Nice. Art Museum. You find anywhere from a restored stagecoach wagon to Santa Ana ceremonial sword across the river. 1800-ൽ പണി കഴിപ്പിച്ച ബ്രിഡ്ജാണിത്. 1800-ൽ. Right, you got that small island right there. That's Marriage Island. There's over ഈ കാണുന്നതാണ് മാരേജ് ഐലൻഡ്. ഇവിടെ 1691 ഇവിടുത്തെ ആദ്യത്തെ മാരേജ് നടന്നതെന്നാണ് ആ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ. ഹോ, 1691. the view, it's in the shape of a heart. And it's done by the roots. That's cyclistry. So that's ഓ വാവ്. അത് ഹാർട്ടിന്റെ ഷേപ്പിലാണ് അവിടെ. ഈ ഐലൻഡിന്റെ പ്രത്യേകത അത് തന്നെ കേട്ടോ. ആ മരത്തിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ വേരുകൾ അതിനെ നാച്ചുറലി തന്നെ ഒരു ഹാർട്ടിന്റെ ഷേപ്പിലാണ് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. hotel. All right, take a look over here on the left side, folks. Look up in the sky. You got the iconic Tower Light building. Look back in 1929. This used to be known as the Smith and Young Tower. Oh, the staircase. Smith and Young were very superstitious. If you look all the way up to the top, you'll see gargoyles hanging off the sides up there. Bad thing is that they built this building in 1929. That's when the Great Depression hit. Built it for $3 million. Were forced to sell it. $300,000. Oh, took a really big loss. Take a look here along with a couple of other streets across the river. Something like that. The right was Bear County Courthouse. 1892 building. Here on the right, this used to be the main library. Each into that bin. During the Alamo days, snipers would climb up that tree right there. Ben Milam was one of the people shot here in this area back in 1835. എന്താല്ലേ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകളും മരങ്ങളും ബ്രിഡ്ജുകളും. ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയൊക്കെ. ഞങ്ങൾ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതിൻ്റെ റിവർ വാക്കിൻ്റെ സൈഡിൽ കൂടെ നടന്നു കേട്ടോ. അവിടെയുള്ള കഫേസും ബാർസും ഷോപ്സും എല്ലാം വാട്ടർ ലെവലിൽ തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ വാട്ടറിൻ്റെ ആ സൈഡിലിരുന്ന് കഴിക്കാനായിട്ടൊക്കെ ടേബിൾസ് എല്ലാം ഫുള്ള് നിറച്ച ആളുകളായിരുന്നു. എനിക്കൊന്ന് ഇവിടെയൊക്കെ റിസർവ് ചെയ്തിട്ട് വന്നാലേ കഴിക്കാനൊക്കെ സ്ഥലം കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് വെയിറ്റിംഗ് ഉണ്ടാവും. എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത്രയധികം, അതായത് 1800-കളിലും 700-കളിലും ഒക്കെ പണി കഴിപ്പിച്ച ബിൽഡിങ്ങുകളൊക്കെ എത്ര നന്നായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കാണാനും ഇതേപോലെ ഓരോ ബിൽഡിങ്ങിനെയും ബ്രിഡ്ജിനെയും മരങ്ങളെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള പഴയ കഥകളൊക്കെ കേൾക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. How y'all doing tonight? Pretty good, how are you? ഒക്കെ ഉണ്ടായിരുന്നു. യെസ്, ഈ കുതിരവണ്ടിയിൽ നമ്മൾ കയറാൻ കയറിക്ക് വൈകാ. ഈ കുതിരയാണ് നമ്മളുടെ സാരഥി. തൽക്കാലം ഇപ്പം കൊള്ളാം, സൂപ്പർ അല്ലേ, നല്ല റിസോർട്ട് കാണാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. Ready, Sakshi? Yeah. ഓ, അതിൻ്റെ ലൈറ്റ് കണ്ടു കേട്ടോ ആ ബിൽഡിങ്ങിൻ്റെ. Sakshi? നല്ല സൂപ്പർ എക്സ്പീരിയൻസ്. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഞാൻ കൊൽക്കത്തയിൽ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നിടമുണ്ട് ഒരു പാലസിൽ. അപ്പം അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട് മൈ ഫസ്റ്റ് ടൈം ഹോഴ്സ് റൈഡിങ്, പക്ഷേ ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസും, അടിപൊളി, കൊള്ളാം. ഈ യാത്രയിലുടനീളം നമ്മൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഹോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുമായിരുന്നു വളരെ അനുസരണയുള്ള ഹോഴ്സസ് ആണ് ഇവരൊക്കെ കേട്ടോ. ഓരോ ചെറിയ ക്യൂസും അവർക്ക് മനസ്സിലാവും, എങ്ങോട്ട് തിരിയണം, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതേപോലെ ഇവരെ റോഡിൽ കൂടെ ഇതേപോലെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല വെതർ ആയിരിക്കണമെന്നും അങ്ങനെ ചില റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേകം ടൈം ലിമിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതേപോലെ അവരെ റോഡിൽ കൂടെ നടത്തണം എന്നുണ്ടെങ്കിൽ.
നമ്മൾ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ ഓണേഴ്സ് അവർ തന്നെ ആയിരുന്നു കുതിരവണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അവരുടെ ഹോഴ്സാണത്. അപ്പോൾ അവർ നമ്മളെ ഈ ഹോഴ്സിനെ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോഴ്സിൻ്റെ മുടിയൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് ബ്രീഡ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഹോഴ്സിൻ്റെ പേര് നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും അവനോടൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു കേട്ടോ. അപ്പം ഹോഴ്സ് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിടത്തേക്ക് തിരിച്ച് നടക്കും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൽക്കട്ടയിൽ അത് ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പുറകിൽ പോകണം. നന്നായി ഉണ്ടായിരുന്നു. പിന്നെ ബെസ്റ്റ് ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെതറാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ടയേർഡ് ആവാതെ നമുക്ക് എത്ര വേണേൽ നടക്കുകയോ ഒക്കെ ചെയ്യാം. ചർച്ചിൽ മണി കേൾക്കുന്നു, ചർച്ചിലെ ബെല്ല് കേൾക്കുന്നുണ്ട്. അത് ചർച്ചിലെ ബെല്ലായിരുന്നില്ല, അത് 7 മണിയായതിൻ്റെ ഘടികാരം അടിച്ചതാണ്. ഏട്ടാ പറയും, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് റിവർ വാക്ക്? ഇത് ഏട്ടൻ്റെ ഫസ്റ്റ് ടൈം ഒന്നും അല്ല, ഏട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാൻ റിവർ വാക്ക് ചെയ്തിട്ടില്ല. റിവർ വാക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതെ, നല്ലതായിരുന്നു. പക്ഷെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ റിവർ വാക്കിലെ ബോട്ട് പോകുന്നതൊക്കെ. അപ്പോൾ ഇന്ന് അവർ പോകാൻ പറ്റി. വാസ് റിയലി റിയലി ഗുഡ്. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം കുതിരസവാരി നടത്തി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം ആദ്യം ഇവിടെ വന്നപ്പോൾ റിവർ വാക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. അന്ന് സമ്മർ ടൈമായിരുന്നു. ഞാൻ ഇവിടെ വന്നത് ജൂലൈയിലായിരുന്നു. അന്ന് ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ സാൻ ആന്റോണിയോയിൽ വന്നിരുന്നു. വന്നപ്പോൾ നമ്മളിവിടെ വന്നിട്ട് അന്ന് റിവർ വാക്ക് ചെയ്തില്ല. അന്ന് ഭയങ്കര ചൂടുള്ള സമയം, സമ്മർ ടൈമിലായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ടയേർഡായി. അതുകൊണ്ട് പിന്നെ നമുക്ക് നടക്കാനുള്ള മടി കാരണം പിന്നെ നടന്നില്ല, റിവർ വാക്ക് ഒന്നും ചെയ്തില്ല. പക്ഷെ അന്ന് നമ്മൾ പോയത് എവിടേക്കാന്ന് പറയൂ ഏട്ടാ? ഇന്ന് പോയത് അലമോയ് പോയി, ടവർ ഓഫ് അമേരിക്ക പോയി. ഇത് രണ്ടുമായിരുന്നു പോയത്. പിന്നെ ക്യാവൻസിൽ പോയി. അത് ഇവിടുത്തെ വലിയ ക്യാവൻസ് കേട്ടോ. അന്ന് നമ്മൾ കണ്ട പോലത്തെ ക്യാവൻസ് അല്ല, വലിയ ക്യാവൻസാണ്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ ടയേർഡായിരുന്നു. അന്ന് വിചാരിച്ചു ഇനി എപ്പോഴെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും, കാരണം ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു 1.5 hour ഡ്രൈവേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാനോർത്ത് പിന്നീട് എപ്പോഴെങ്കിലും വരാം, ഇവിടെ തൊട്ടടുത്താണല്ലോ, പിന്നീട് എപ്പോഴെങ്കിലും വന്ന് ഇതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ 9 വർഷം കഴിഞ്ഞു ഞാൻ പിന്നീട് ഇവിടേക്ക് വന്ന് ഈ റിവർ വാക്കൊക്കെ ഒന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ അത്ര സമയമെടുത്തു. എനിവേ എന്തായാലും കണ്ടു. ഇനിയിപ്പം നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മളവിടെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഭയങ്കര ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ സീറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ഡിലേ ആയിരിക്കും. അതൊന്നുമല്ല, നമ്മളിന്ന് ഉച്ചയ്ക്ക് തന്നെ നോക്കി വെച്ചിരുന്നു നമുക്ക് ഇന്ന കാപ്പസറി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നോട്ട് പോയിട്ട് ഫുഡ് ക്രെബ്സ് കഴിക്കണം. ക്രെപ്പസറിയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു പേര്. ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ അങ്ങോട്ട് തന്നെ പോയിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. അല്ലേടാ, നീ എന്ത് പറയുന്നു? ആവാ, പക്ഷിയുടെ ഉറക്കമൊക്കെ ഇന്ന് കുളമാണ്. ഈ ഡ്രസ്സ് ആര് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല ക്യൂട്ട് ഔട്ട്ഫിറ്റായിരുന്നു. സാക്ഷിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതാ. എനിക്ക് നന്നായിട്ട് അവർക്ക് ചേരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ആരാണെങ്കിലും തന്നത്, ആരാണെങ്കിലും അവർക്ക് ഒരു താങ്ക് യു. റെസ്റ്റോറൻ്റാണ് ക്രപ്പിച്ചിനോ. ഇവിടെ പോയിട്ടാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. നല്ല ട്രീറ്റ്. നമ്മൾ ദുബായ് ചോക്ലേറ്റ് ക്രെപ്സും പിന്നെ നുട്ടല്ല. വൈഗ ഓൾവേസ് നുട്ടല്ലയുടെ ആളാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഐ റിയലി വാണ്ട് ടു ട്രൈ ദിസ്. പിന്നെ കണ്ണൻ ഇവിടെ അൽഫ്രെഡോ പാസ്ത, ഏട്ടൻ ഇവിടെ സൂപ്പ്, ഞാനിവിടെ ചിക്കൻ്റെ എന്തോ ഒരു ഡിഷ്, പിന്നെ ഒരു കോഫി ഉറക്കം വരാതിരിക്കാൻ. ഗിരി ശബ്ദം കേൾക്കാം അതിനുള്ളിലെ ആ സാധനം കണ്ടോ?
Oh, Amma, just give me the frosting and strawberry or So good. Wait, Amma. Give me some of the frosting. Just the frosting. ഫ്രോസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചെറിയൊരു പീസ് ഇതല്ലേ Yes. അതിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ഗുഡ്. സോ ഗുഡ്. നമ്മൾ നല്ല അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നല്ല ഹെവി ആയിരുന്നു. കുറേ ഡിഷസൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് വയറ് നല്ല ഫില്ലായി. നല്ല ഫുഡായിരുന്നു. സാൻ ആൻ്റോണിയോയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ സാൻ ആൻ്റോണിയോ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.